ഇനി കൊപ്ര എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി. ഇനി നിങ്ങൾക്ക് കണക്കുകൾ നോക്കിയാൽ അറിയാൻ സാധിക്കും, കേരളത്തിൽ നിന്ന് നാളികേരങ്ങളെല്ലാം പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഈ തമിഴ്നാട്ടിൽ വലിയൊരു ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് ഈ നാളികേരങ്ങളെല്ലാം ഇടുന്നു, അവിടെ നിന്ന് വെട്ടുന്നു. ഈ നാളികേരം ഒരു പ്രാവശ്യം വെയിൽ കൊള്ളിക്കുന്നു, അടുത്ത ദിവസം ചിരട്ടയിൽ നിന്ന് കാമ്പ് അടർത്തി മാറ്റുന്നു, ഡീഷെല്ലിംഗ് നടത്തുന്നു. ഇതിനുശേഷം വരുന്ന കൊപ്രയെ ഒരു കൂമ്പാരം പോലെയാക്കി അതിന് നടുവിലേക്ക് സൾഫർ ഇറക്കി വെച്ച് ടാർപ്പായകൾ ഇട്ട് മൂടുന്നു. ഉള്ളിൽ എത്രമാത്രം സൾഫർ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഉണക്കവും അതിന്റെ ലൈഫും. മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ വരെ കൊപ്രകൾ സ്റ്റോർ ചെയ്യാൻ പാകത്തിനാണ് കൊപ്രകൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾ എങ്ങനെ നിർമ്മിക്കുന്നതാണ്.